ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒഴിച്ചടയാണ്. അപ്പോൾ മാവ് കലക്കി ഒഴിച്ചിട്ടാണ് നമ്മളിന്ന് ഇലയട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇലയിലും ഉണ്ടാക്കുന്നുണ്ട്, ഇലയില്ലാതെ നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുക. അപ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ മുമ്പ് ഗോതമ്പ് വെച്ചിട്ട് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോക്ക് നല്ല സപ്പോർട്ടാണ് കിട്ടിയത്. അപ്പം അതിൻ്റെ കമൻറ്റിൽ ഒരുപാട് പേര് ചോദിച്ചു ഈ അരിപ്പൊടി വെച്ചിട്ടൊന്ന് ചെയ്ത് കാണിക്കുമോ എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ അവർക്കായിട്ട് പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒഴിച്ചട ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് ഒരു 100 ഗ്രാം ശർക്കര ഉരുക്കി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇനിയിപ്പോൾ ശർക്കര പൊടിയാണെങ്കിൽ അതിട്ട് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നല്ല രീതിക്ക് തന്നെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ആവശ്യത്തിന് ഏലക്ക പൗഡറും ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു നുള്ളു ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ജീരകത്തിൻ്റെ പൊടി നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. എൻ്റെ കയ്യിൽ കല്ലുപ്പായതുകൊണ്ട് ഞാനിപ്പോൾ ഇത് വെള്ളത്തിൽ കലക്കിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, 1 ടീസ്പൂണ്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ആ കൺസിസ്റ്റൻസി ആവുന്നത് വരെ നിങ്ങൾക്കത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അഥവാ നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് ഇത് ഭയങ്കര ലൂസായി പോയാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമുക്ക് ഈ പത്തിരിപ്പൊടി ഇതിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ വിസ്ക് വെച്ച് ചെയ്തുകൊണ്ട് തന്നെ കട്ടകളൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കട്ടകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. നല്ല ലൂസ് ആവരുത്, എന്നാൽ ഭയങ്കര കട്ടിയും ആവരുത് കേട്ടോ. അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാനായിട്ട്. നമ്മൾ ഇലയിൽ ഒഴിച്ച് അങ്ങനെ ഒഴുകി പോകാൻ പാടില്ല. ഇനി നമുക്ക് ഒരു വാഴയില വാട്ടിയത് എടുക്കാം. ഇതിലേക്ക് നമുക്ക് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളിത് മാവ് കലക്കി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് ഒട്ടി പിടിക്കാണ്ടിരിക്കാനുള്ള എല്ലാ പരിപാടികളും നമ്മൾ നോക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ മാവുണ്ടല്ലോ അത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കോരി ഒരു തവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങളുടെ ഇലേൻ്റെ വലുപ്പത്തിനനുസരിച്ച് മാവ് ഒഴിക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ 4 സൈഡിലും കുറച്ച് ഗ്യാപ്പ് ഇടണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മടക്കുന്ന സമയത്ത് മാവൊക്കെ പുറത്ത് പോവും. ഇനി നമ്മുടെ തേങ്ങേൻ്റെ കൂട്ട് ഒരു സൈഡിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇപ്പുറത്തെ സൈഡ് അങ്ങോട്ട് മടക്കി കൊടുത്തിട്ട് 4 സൈഡും ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറേശ്ശൊക്കെ മാവ് പുറത്ത് പോകുന്നൊന്നും കാര്യമാക്കണ്ട. പതുക്കെ എടുത്തിട്ട് നമ്മുടെ ആവിച്ചെമ്പിലേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം ഞാനിതുപോലെ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല ചൂടാണ് കേട്ടോ. അതൊന്ന് നിങ്ങൾക്ക് ആവി പോകുന്നതൊക്കെ കാണാൻ പറ്റും. ഇപ്പം തന്നെ നമുക്കിത് തുറന്ന് നോക്കാം. കാരണം ഇത് ഒട്ടി പിടിക്കുകയില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് സിൽക്കി ആയിട്ടുള്ള അടയാണിത്. നല്ല നൈസ് അടയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സാധാരണ അടയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ചൂടോടെ എടുക്കുമ്പോൾ ഇലയിൽ ഒട്ടിപ്പിടിക്കും അല്ലേ. ഇതാണെങ്കിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സിൽക്കി ആയിട്ട് കിട്ടുന്ന ഒരടയാണ്. അപ്പോൾ നിങ്ങളിതിനെ പുറത്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ചട്ടുകം വെച്ചിട്ട് എടുക്കുക കേട്ടോ. നമ്മൾ കൈ വെച്ചൊക്കെ എടുക്കുമ്പോൾ ഒന്ന് ചൂടുണ്ടാവും, മാത്രമല്ല പെട്ടെന്ന് പൊട്ടി പോകുന്നത് നല്ല നൈസായിട്ടാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇല ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ ഒരു പാത്രം എടുക്കുക. അതിൽ നന്നായിട്ട് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഒരു തവി മാവ് ഒഴിച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ തേങ്ങേൻ്റെ കൂട്ടുണ്ടല്ലോ അതൊന്നെങ്കിൽ നിങ്ങളൊരു സൈഡിൽ വെക്കുക, അല്ലെങ്കിൽ മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഞാൻ മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നമ്മളിതൊരു ഇലയുടെ ഷേപ്പിലാക്കി എടുക്കും കേട്ടോ. പിന്നെ ഇത് നമുക്കിത് ആവിച്ചെമ്പിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ 2 എണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതും 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളിത് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടോ, ഇതും ചൂടോടെ നമുക്ക് ഈ പ്ലേറ്റിൽ നിന്ന് എടുക്കാൻ കിട്ടും. പക്ഷേ ഇതിന് അത്ര റിസ്ക് എടുക്കാണ്ടിരിക്കുന്നതായിരിക്കും നന്നാവുക. കാരണം ഇതിന് നമ്മൾ മൊത്തത്തിൽ ഈ കൂട്ടൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ വെയിറ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതൊന്ന് തണുത്തിട്ട് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. എല്ലാം തണുത്തിട്ട് എടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. ഇപ്പോൾ ഇതാ നമ്മുടെ ഇലയുടെ ഒക്കെ ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം. കണ്ടോ, പെട്ടെന്ന് പൊട്ടി പോകുന്നുണ്ട്. അത്രയും നൈസാണ് ഈ അട. നല്ല സിൽക്കി ആയിട്ടുള്ള അടയാണ്. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ എടുക്കുക. അപ്പോൾ എല്ലാ അടയും ഞാൻ നിങ്ങൾക്കിത് തുറന്ന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഒരെണ്ണം പോലും നമ്മുടെ വാഴയിലയിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇനിയിപ്പോൾ ഓണക്കല്ലേ വരുന്നത്. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങളിനി മാവ് കുഴച്ച് പരത്തിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടയാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
ഇനി നമ്മുടെ പ്ലേറ്റിലുണ്ടാക്കിയ അടയും ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത് നല്ല അടിപൊളിയായിട്ടില്ലേ, നല്ല സിൽക്കി ആയിട്ട് ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇലയുടെ ഇഷ്ടമായി, ഇലയുള്ള ഇലയുടെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരും. മാത്രമല്ല ലൈക്കും ഷെയറൊക്കെ ചെയ്യണം. പിന്നെ നമ്മുടെ ഹൈപ്പ് ബട്ടൺ ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ. ഇപ്പോൾ ദാ നമ്മുടെ പ്ലേറ്റിലുള്ള അടവട റെഡി ആയിട്ടുണ്ട്. അതിന് നമുക്ക് തണുത്തതിന് ശേഷം ഇതുപോലെ തിരിച്ചൊന്ന് പ്ലേറ്റിൽ നിന്ന് എടുക്കാം. ഇത് പതുക്കെ എടുക്കണം, കാരണം പെട്ടെന്ന് പൊട്ടും വെയിറ്റ് കൂടുതലായതുകൊണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ നമ്മുടെ ഇലയടേൻ്റെ ഷേപ്പ് തന്നെയുള്ള അടയും കിട്ടി. അപ്പോൾ നമ്മൾ 2 എണ്ണമാണല്ലോ ചെയ്തെടുത്തത്, അത് രണ്ടും ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇലയിൽ ഉണ്ടാക്കിയ അട കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റാണ്. ഇത് അത്ര സോഫ്റ്റ് ഇല്ലെങ്കിലും ഹാർഡല്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.